السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. വിസ്ഡം വേൾഡ് ആൻഡ് മൈമൻ അക്കാഡമി നടപ്പാട്ടരംഗത്തെ റമദാൻ ഖുർആൻ ക്ലാസ്സിലെ ഇരിയാമത്തെ നാളിലായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടി സൂറത്തു യാസീന്റെ അവസാന ഭാഗത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിച്ചു നോക്കില്ലേ. അല്ലാഹു തആല ഈ സൂറത്തു യാസീനില് പല കാര്യങ്ങൾ വിവരണാക്കിയാൽ പിന്നെ ആഖിറത്തെ ಬಗ್ಗೆ ചിന്തിക്കുകയും അതുപോലെ മരണാനന്തര ഒരു ജീവന ഉണ്ടു എന്നതിರ ಬಗ್ಗೆ എന്നത് മനസ്സിലാക്കുകയും ഈ പ്രപഞ്ചത്തിലെ പല കാര്യത്തിലും നിങ്ങൾക്ക് അതുക്കുള്ള തെളിവുക ഉണ്ടു, അതിന് അലാമത്തങ്ങ ഉണ്ടു എന്നെല്ലാം പഠിപ്പാട്ടിൽ പിന്നെ അല്ലാഹു തആല ചൊല്ലുടെ വിഷയം പറയുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ ചൊന്നിട്ടുള്ളങ്ങനത്തെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഖുർആൻ അത് അറബിങ്ങ സാധാരണ കണ്ടു പരിചയിച്ചങ്ങനത്തെ സാധാരണ അങ്ങക്ക് ഗൊന്തുള്ളങ്ങനത്തെ ഷിഅർ അല്ലെങ്കിൽ കാവ്യ കവന ചൊല്ലെ സംഗതി ഒരിക്കലുമല്ല എന്നാണ്. ഖുർആൻ ഒരിക്കലും ഷിഅർ അല്ല. ഖുർആൻ ഗദ്യവും പദ്യ രണ്ടുമല്ലാത്ത ഒരു സാഹിത്യ ഗ്രന്ഥമായിട്ടിരിക്കൽ. സാധാരണ ഏതൊരു സാഹിത്യത്തെ ഒരു ഗ്രന്ഥ ഒരു കൃതി ഞങ്ങൾ എടുത്തു നോക്കിയെങ്കിൽ അത് ഒന്ന് ഗദ്യത്തിൽ പെട്ടു അല്ലെങ്കിൽ പദ്യത്തിൽ പെട്ടു. കഥ കാദംബരി പോലത്തെ ഗദ്യ സാഹിത്യങ്ങളുണ്ട്. അതുപോലെ പല ടൈപ്പിലുള്ള കവനങ്ങ ആയിട്ടുള്ള അങ്ങനത്തെ പദ്യരൂപത്തിലുള്ള സാഹിത്യങ്ങളുണ്ട്. എന്നാ ഖുർആന് ഗദ്യത്ത് പരിപൂർണമായിട്ട് അതിനെ ഗദ്യായിട്ട് ചൊല്ലുകാവില്ല അല്ലെ. അതൊരു പാരായണ നങ്ങാക്കിട ഖുർആന്റെ പാരായണാക്കുമ്പോ ഒരു പാട്ടിന്റെ ഒരു ശൈലിയാണ് ഖുർആന്റെ ഓത്തിൽ ഞങ്ങൾക്കുണ്ട്. ചെറിയ രൂപത്തിലെങ്കിലും ഒരു റാഗ ഉണ്ടാക്കിയിട്ടാണ് ഖുർആൻ ഓതിരെ. അപ്പൊ ആ നിലക്ക് നോക്കുമ്പോൾ അത് പരിപൂർണമായിട്ട് ഗദ്യായിട്ട് ചൊല്ലുകാവില്ല. എന്നാ പൂർണ്ണമായിട്ട് പദ്യമായിട്ട് ചൊല്ലുകാവിടെ അതും ആവില്ല. പദ്യത്തില് സാധാരണ പദ്യത്തില് അതില് പ്രാസംഗ ഒപ്പിക്കിടെ പദത്തിലുള്ളങ്ങനത്തെ കലിയായിട്ടിക്കർ ഒരു നിലക്ക് ചൊന്നെങ്കിൽ പദ്യ ചൊല്ലുമ്പോ ആശയത്തെക്കാണ് യാർ അതില് പ്രാധാന്യത്തെ പദങ്ങളെ പ്രാസംഗ ഒപ്പിച്ചിട്ട് ആൾമാർക്ക് കേൾക്കുക നല്ല സ്വാദുള്ളങ്ങനത്തെ ഒരു ഇമ്പമുള്ളങ്ങനത്തെ രൂപത്തിൽ അത് ആക്കിയെടുക്കടെ ചൊല്ലതായിട്ടിക്കർ പദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഗുണ ഒരു വിശേഷത്തെ ആ രൂപത്തില് പദത്തുക്ക് യാര ഇമ്പോർട്ടൻസ് കൊടുക്കടെ, അതുപോലെ പ്രാസംഗം ഒപ്പിക്കുകയാര ട്രൈ ആക്കടെ, ആശയത്തെക്കാണ് യാര ലഫ്ലു അല്ലെങ്കിൽ പദത്തുക്ക് യാര ഇമ്പോർട്ടൻസ് കൊടുക്കണം അങ്ങനത്തെ ഒരു രൂപ നമ്മൾ ഖുർആനിൽ കാണുകയില്ല. അതുകൊണ്ടിട്ടും പൂർണ്ണമായിട്ട് ഖുർആൻ ഒരു പദ്യട്ടിക്കറിണ്ട് ചൊല്ലുകാവില്ല, കാവ്യട്ടിക്കറി ചൊല്ലുകാവില്ല. അപ്പൊ അല്ലാഹു തആല ഈ ആയത്തിൽ ചൊല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഷിഅറുടെ ഞങ്ങൾ പഠിപ്പാട്ടിട്ടില്ലേ, അത് നബി തങ്ങൾക്ക് യോജിച്ചതുമല്ലാണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വന്ന കാലത്തില് രണ്ട് നേതാക്കന്മാരായിട്ട് തന്നെ ആൽമാർക്ക് സാഹിത്യ രചന ചൊല്ലത്, കാവ്യ രചന കവനത്തെ രചനാക്കട ചൊല്ലത് ഭയങ്കര ഒരു എല്ലാവർക്കും ഫേമസ് ആവടങ്ങല്ല കാവ്യ രചനാക്കട അങ്ങനത്തെ ഒരു കാര്യമാണ് ആക്കിക്കൊണ്ടിരുന്നത്. കാവ്യ രചന ആക്കിയ ആൽമാരല്ല അങ്ങനെ സമൂഹത്തില് അങ്ങ് വലിയൊരു സ്ഥാനമുള്ള ആൽമാറിയിട്ടിരുന്നത്. അപ്പൊ ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു ഷായിറാവുക കവിയാവുക പ്രയത്നാക്കിക്കൊണ്ടിട്ടാണ് ഖുർആന്റെ കേട്ടപ്പ അണ്ടത്തെ കാഫിരിങ്ങ ചില കാഫിരിങ്ങ ആരോപ്പാക്കി
അപ്പൊ അതൊക്കെ ഒരു റിപ്ലൈ ആയിട്ട് അള്ളാഹു താല ചൊല്ലി വമാ അല്ലംനാഹു ശിഅറ, ഈ ഞങ്ങളെ നബിക്ക് ഞങ്ങ പഠിപ്പാട്ടിട്ടില്ല ഷിഅറിനെ ഞങ്ങ പഠിപ്പാട്ടിട്ടില്ല. വമാ യംബഗി ലഹു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യോജിച്ചതുമല്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. പിന്നെ എന്താണ് ഈ ഖുർആൻ? ഷിഅർ അല്ലെങ്കിൽ ഒരു സാഹിത്യ കൃതി അല്ലെങ്കിൽ കാവ്യ അല്ലെങ്കിൽ പിന്നെ എന്തിരേറ്റിക്ക് ഖുർആൻ? അത് ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ, ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്, ഉത്ബോധന മാത്രമായിട്ടിക്കറ്, ഉപദേശം കയറ്റിക്കറ് ഇതിലുള്ളേ. മനുഷ്യന്മാരെ നല്ലാക്കുകൊല്ലങ്ങനത്തെ മനുഷ്യന്മാർക്ക് പിന്നെ ഉപദേശങ്ങൾ കൊടുക്കണേ. ദിക്റുൻ, ദിക്റ് ചൊന്നെങ്കിൽ പല അർത്ഥങ്ങൾ മഹാന്മാർ കൊടുത്താറ്. വഅള് എന്ന അർത്ഥമുണ്ട് ദിക്റിക്ക്. അള്ളാഹു തആല മനുഷ്യന്മാർക്ക് നെനപ്പാക്കി കൊടുക്കടേ എന്നർത്ഥമുണ്ട്. എന്തൊരു നെനപ്പാക്കി കൊടുക്കടേ? മനുഷ്യരുണ്ടാവണായ നല്ല കാര്യങ്ങൾ ഔണ്ടോ ഉൽഗമേ അള്ളാഹു താല സംവിധാനിച്ച് വെച്ചറ അല്ലെങ്കിൽ വ്യവസ്ഥയാക്കി വെച്ചറ. മനുഷ്യ ആക്കുണായ നല്ല രൂപത്തിൽ മനുഷ്യ ജീവിക്കുകൂ വേണായങ്ങനത്തെ അവണുകുള്ള ഒരു മോട്ടിവേഷൻ അള്ളാഹു താല അവന്റെ ഉൽഗമേ മുന്നലെ എന്താക്കി വെച്ചറ, ഫിറ്റാക്കി വെച്ചറ. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നല്ലേ മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര, ഏതൊരു കുട്ടി ജനിക്കുമ്പോ കുട്ടി ഒരു നല്ല അവസ്ഥയിലാണ്, പരിശുദ്ധമായ അവസ്ഥയിലേറ്റിക്കര് ജനിക്കരേറ്റ്. പരിശുദ്ധമായ അവസ്ഥ എന്നെങ്കിൽ നല്ല രൂപത്തില് നല്ലവനായിട്ട് ജീവിക്കുകയുള്ളങ്ങനത്തെ ആ ഒരു രൂപത്തിലായിട്ടിക്കര് ഏതൊരു കുട്ടി ജനിക്കുമ്പോ ജനിക്കടേ. പിന്നെ സമൂഹാണ് ആ കിടാവിടെ ബെടക്കാക്കട്. അപ്പൊ ഏതൊരാളുടെ ഒരു ഫിത്രത്തുണ്ട്, ഒരു ഫിത്രത്ത് എന്നെങ്കിൽ പരിശുദ്ധമായ ഒരു അവസ്ഥയുണ്ട്, പരിശുദ്ധമായ ഒരു ഒരു സ്വഭാവ എല്ലാവരും ഉൾഗമുണ്ട്. അപ്പൊ അതിനെ നെനപ്പാക്കി കൊടുക്കണേ, മനുഷ്യരുടെ ഉള്ളങ്ങനത്തെ ആ ഒരു നല്ല സ്വഭാവത്തെ നെനപ്പാക്കി കൊടുക്കണങ്ങനത്തെ ഒരു കിതാബ് ഇട്ടിക്കറ് ഖുർആൻ. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ, വ്യക്തമായിട്ടുള്ളങ്ങനത്തെ ഓപ്പൺ ആയിട്ടുള്ളങ്ങനത്തെ ക്ലിയർ കട്ടായിട്ടുള്ളങ്ങനത്തെ ഖുർആനുമായിട്ടിക്കറ്. ഖുർആൻ ചൊന്നിങ്ങന്തരെ, ഖുർആൻ ചൊന്നെങ്കിൽ ഓതപ്പെടുന്നത് എന്താണ്, പാരായണം ചെയ്യപ്പെടുന്നത് ആണ് ഖുർആന്റെ അർത്ഥം. നിരന്തരമായിട്ട് പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥായിട്ടിക്കറ് ഇത്. മുബീൻ, വ്യക്തമായ ക്ലിയർ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ആശയത്തില് ഒരു തരത്തെ അവ്യക്തത ഇല്ലാത്ത അങ്ങനത്തെ ആറും ഓപ്പൺ ആയിട്ടുള്ള അങ്ങനത്തെ ആരും ഒരു ക്ലോസ് ആക്കി വെച്ച അങ്ങനത്തെ ഒരു സംഗതി എന്തല്ലല്ലോ ഖുർആൻ. ഇങ്ങനെ നോക്കൊരു മുന്നത്തെ ഞങ്ങ സമുദായങ്ങൾ നോക്കിയും കൂടെ ഇപ്പൊ ഭാരതത്തെ ഇന്ത്യത്തിലെ ഇന്നങ്ങനത്തെ ധർമ്മങ്ങൾ ഹിന്ദു ധർമ്മത്തെ എടുത്ത് നോക്കിയിട്ടായെങ്കിൽ ആ ഹിന്ദു ധർമ്മത്തിൽ ഇന്നങ്ങനത്തെ അങ്ങ പവിത്രമായിട്ട് കാണങ്ങനത്തെ വേദഗ്രന്ഥങ്ങൾ ചൊല്ലാറല്ല. അത് എല്ലാവർക്കും അണ്ട് ഓതുക കിട്ടിയോണ്ടിന്നിട്ടില്ല, എല്ലാവർക്കും അത് പഠിക്കുക കിട്ടിയോണ്ടിന്നിട്ടില്ല. അത് ചില ആൾമാർ മാത്രം സമാജത്തില് മേൽജാതിയായിട്ടുള്ള അങ്ങനത്തെ ബ്രാഹ്മണന്മാർ ചൊല്ലങ്ങനത്തെ ആ ഒരു ജാതിങ്ങക്ക് മാത്രം സീമിതായിട്ട് അങ്ങക്ക് മാത്രം പഠിക്കുകയില്ല അങ്ങനത്തെ ഗ്രന്ഥങ്ങളായിട്ട് ബാക്കിയായിട്ടില്ല. ബാക്കിയുള്ളങ്ങ മാത്രം അതിൽ ഓതിയിട്ടായെങ്കിൽ അങ്ങനെ പിന്നെ ക്രൂരമായിട്ട് ശിക്ഷിക്കണങ്ങനത്തെ ഒരു സമ്പ്രദായം പോലും കാണുക സാധ്യമാവും. നമുക്ക് ഇതിഹാസത്തിൽ ചരിത്രത്തിൽ കാണുക സാധ്യമാവും. അതുപോലെ തന്നെ വേറെ ധർമ്മത്തെ എടുത്ത് നോക്കിയെങ്കിൽ ഇപ്പൊ ക്രൈസ്തവ ധർമ്മത്തെ അങ്ങനെ അതിരെ അസുല് നല്ല പരിശുദ്ധമായ രൂപത്തിൽ ഈസാ നബി അലൈഹിസ്സലാം അതിരെ തുടങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നീട് ബെടക്കായിട്ട് ഇപ്പത്തെ അതിലൊരു അവസ്ഥ എന്നിട്ടുണ്ടെങ്കിൽ അതില് പുരോഹിതന്മാർ അല്ലെങ്കിൽ പോപ്പ് ചൊല്ലെ അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കന്മാര് യന്ത്ര ചൊല്ലാറ് അതായിട്ടിക്കറ അങ്ങനെ ദീനായി വിട്ടര് അങ്ങനെ പിന്നെ യഥാർത്ഥത്തിലുള്ള ദീനേന്ദ്ര പഠിപ്പാട്ടി ചൊല്ലത് ഒരു വിഷയമല്ല, മറിച്ചിട്ട് പോപ്പയുടെ തീരുമാനങ്ങ എന്താണോ അതായിട്ടിക്കറ് അങ്ങനെ ദീന് ചൊല്ലത്. അപ്പൊ ആ രൂപത്തില് അങ്ങക്ക് കിട്ടിയ അങ്ങനത്തെ ഗ്രന്ഥത്തെ എല്ലാവർക്കും പഠിക്കുകയുടെ രൂപത്തിലും അങ്ങാക്കി വെച്ചിട്ടില്ലേ. പക്ഷെ ഖുർആൻ നോക്കുക അങ്ങനൊന്നുമല്ല, ആർക്കും ഓപ്പൺ ആയിട്ട് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ഓതുക അങ്ങനത്തെ ഒരു ഗ്രന്ഥമായിട്ടാണ് അള്ളാഹു താല ഖുർആൻ ആക്കിയത്.
ಮುಚ್ಚುಮರೆಯಿಲ್ಲ, ಇದ್ರ ಅವ್ಯಕ್ತತೆಂಗ ಮುಚ್ಚು ಬೇಕು ಉಂಟೊന്നുമിಲ್ಲ, ഇന്നത് കട്ടുപയോഗിക്കണു ചെന്നിട്ടെന്തും ഇല്ല, എല്ലാം ഓപ്പൺ ആയിട്ടിക്കർ, എല്ലാം ക്ലിയർ ആയിട്ടിക്കർ. അതാണ് ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനും മുബീൻ. സാധാരണ കാവ്യത്തില് പല നമത്തിലുള്ള അവ്യക്തതങ്ങ വ്യക്തമാവാത്ത പല സംഗതിങ്ങൾക്കിട് ചില ആശയങ്ങന്തും കവനത്തിൽ എന്താവില്ല, വ്യക്തമായി കിട്ടില്ല അല്ലെ. നിങ്ങൾ സാധാരണ പറഞ്ഞ ഒരു കവനെടുത്ത് ഓതൂറില്ല, ಅದರ ആശയം എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. കാരണം എന്തെല്ലാം കൽപ്പനങ്ങ, എന്തെല്ലാം ഭാവനങ്ങ കൂട്ടിയിട്ടാണ് ഷിഅർ കാവ്യങ്ങ എഴുതര്, പോയങ്ങ എഴുതര്. പക്ഷേ ഖുർആന്റെ ആശയം അങ്ങനെ പോയമുടെ രൂപത്തിൽ അവ്യക്തത്തെ അല്ലെങ്കിൽ ഒരു തരം അസ്പഷ്ടതയുള്ളത് ഒരിക്കലുമില്ല. സ്പഷ്ടമാണ് എല്ലാ ആശയങ്ങ, സ്പഷ്ടമായിട്ട് ആത്മാർക്ക് ഗുന്തവണായ വിഷയങ്ങളിൽ സ്പഷ്ടമാണ്. അതേ സന്ദർഭത്തിൽ സാഹിത്യ ചൊല്ലിയ വിഷയത്തിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സാഹിത്യത്തായിട്ട് മുന്നോട്ട് വെച്ചിര്. അപ്പൊ ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനും മുബീൻ. എന്തിനാണ് ഈ ഖുർആൻ അല്ലാഹു തആല ഇറക്കിയേ? എന്തിനാണ് ഈ ഖുർആൻ അല്ലാഹു തആല നമുക്ക് തന്നരേ? ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ലിയുൻദിറ മൻ കാന ഹയ്യാ. ലിയുൻദിറ, ഈ ഖുർആൻ അല്ലാഹു തആല തന്നര ലിയുൻദിറ, വാർണിംഗ് കൊടുക്കുകയായിട്ട്, വാർണിംഗ് തറകുവാനായിട്ട്, എച്ചരിക്ക തറകുവാനായിട്ട്. ആർക്കാണ് എച്ചരിക്ക കൊടുക്കണേ? മൻകാന ഹയ്യാ, ഖൽബ് ജീവിച്ചിട്ടുള്ള ആളുക്ക്, ഹൃദയം ജീവിച്ചിട്ടുള്ള ആളുക്ക് എച്ചരിക്ക കൊടുക്കുകയായിട്ടാണ് അല്ലാഹു തആല ഖുർആൻ തന്നരേ. ഖൽബ് ചത്തുപോകാത്തങ്ങനത്തെ ഖൽബ് ജീവിച്ചിട്ടുള്ള ആൾമാർക്ക് ഉപദേശം കൊടുക്കുകയായിട്ട്, നമുക്ക് ആഖിറത്തെ ಬಗ್ಗೆ എച്ചരിക്ക കൊടുക്കുകയായിട്ടാണ് അല്ലാഹു ഖുർആൻ തന്നരേ. വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് അല്ലാഹു തആല നടത്തിയത്. ഖുർആനിൽ എച്ചരിക്കുന്നുണ്ട്. മെയിനായിട്ട് എച്ചരിക്കാണല്ലേ ചൊന്നല്ലേ യാസീന്റെ തുടക്കത്തിൽ അല്ലാഹു തആല ചൊന്ന ലിതുൻസിറ ഖൗമൻ മാ ഉൻസിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. നബിയെ, ഖുർആൻ അങ്ങ് ഇറക്കിരെ പിന്നെ മുന്നത്തെ ബാപ്പാമാരില് പിന്നെ ദഅവത്ത് എത്താത്തങ്ങനത്തെ ഒരു സമൂഹത്തിക്ക് നിങ്ങ ഇൻസാർ എച്ചരിക്ക കൊടുക്കുകയായിട്ടിരുന്ന നിങ്ങളെ റസൂലാക്കിയത്. അതുപോലെ ഖുർആൻ ഇറക്കിയിട്ട് യാസീൻ സൂറത്തിൽ സ്റ്റാർട്ടിങ്ങിൽ അല്ലാഹു തആല ചൊന്നിട്ടില്ല, അതിനെ ഒന്നുകൂടി പിന്നെ രൂപത്തിലാണ് ഇവിടെ അല്ലാഹു തആല ചൊന്നിട്ടില്ല. ആ എച്ചരിക്ക കൊടുക്കുക എല്ലാവർക്കും എച്ചരിക്ക കൊടുത്തിട്ട് ഫായിദ ഇല്ല. ആഖിറ ഉണ്ടുലബ്ബ, നരക്ക ഉണ്ടുലബ്ബ, നരക്കത്തെ ശിക്ഷയുണ്ട്. അല്ലാഹു തആല അവൻ ചൊന്ന പോലെ ജീവിച്ചില്ല നരക്ക ജീവന, ശാശ്വതമായിട്ടുള്ള ഒരു തരം നരക്ക ജീവൻ അനുഭവിക്കണോടു. ദുനിയാവുടെ ഈ സുഖ സൗകര്യങ്ങ, ദുനിയാവുടെ മോഹങ്ങ, ഹറാമായ കാര്യങ്ങളിലാക്കി ജീവിക്കണ്ട, അത് നിക്കേ കേടായിട്ടിക്കറ് എന്ന രൂപത്തിലുള്ള വാർണിംഗ് ആയിട്ടിക്കർ ഖുർആൻ നമുക്ക് തന്നിട്ടില്ലേ? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നമുക്ക് തന്നരെ. അത് എല്ലാവർക്കും ഫായ്ദ ഉണ്ടാക്കില്ല. ആർക്കാണ് ഫായ്ദ ഉണ്ടാക്കണേ? മൻകാന ഹയ്യ, ഖൽബ് ജീവിച്ചിട്ടുള്ള ആളുകൾ. ഖൽബ് ചത്തുപോയ എത്ര എന്ത് ചെന്നിട്ടും കാര്യമില്ല. സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻസിർഹും ലാ യുഅ്മിനൂൻ. അങ്ങോട്ട് ഇന്ദാർ ആക്കിടതും സമ, ഇന്ദാർ അങ്ങോട്ട് എച്ചരിക്ക കൊടുത്തെങ്കും സമ, കൊടുത്തില്ലെങ്കും സമ. അങ്ങ് ഒരിക്കലും നമ്പുക പോണില്ലേ. ഖൽബ് ചത്തുപോയ അങ്ങ് ഉപകാരം ഉണ്ടാക്കില്ല. വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. അതുപോലെ ഖുർആനിലെ എന്തിനെങ്കിൽ വയഹിഖൽ ഖൗലു, അല്ലാഹു തആലയുടെ തീർമാന ഉറപ്പാക്കുകയായിട്ട് ആരുടെ വിഷയത്തിലുള്ള തീർമാനം? അലൽ കാഫിരീൻ, കാഫിരീങ്ങളുടെ വിഷയത്തിൽ. അല്ലാഹു തആല കാഫിരീങ്ങളുടെ വിഷയത്തിൽ ഒരു തീർമാനം എടുത്തര. ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ. അല്ലെ, അല്ലാഹു തആല ശൈത്താനിട്ട് ചൊന്നല്ലേ, നീനും നിന്റെ ചേലാമാർ, നിന്റെ ഫോളോവേഴ്സ് ആയിട്ട് ആരിലേക്ക് ഇടാറ് അങ്ങനെ കൊണ്ടിട്ടാണ് നരക്കത്തെ നൊറക്കിടുന്നാണ്. നാ ചൊന്ന പോലെ കേൾക്കാത്തങ്ങനെ നരക്കത്ത് ഗിഡ്ര ചൊന്നിട്ട് അല്ലാഹു തആല ഒരു തീർമാനം ചൊന്നറ. ആ തീർമാനം ഉറപ്പാക്കുക, അത് സാക്ഷാത്കാരാക്കുക വേണായിട്ട് അല്ലാഹു തആല ഖുർആൻ
ചൊന്നതിരെ ഇറക്കിരേ. അതായത് നാല ആഖിറത്തിൽ അള്ളാഹു താല ചൊന്നുപോലെ കേൾക്കാത്തങ്ങനത്തെ ദോഷിങ്ങ കാഫിരിങ്ങു പിന്നെ ന്യായായിട്ട് ഒരു പിന്നെ കാരണമായിട്ടൊന്നും ചൊല്ലിക്കൂത്തീറ. റബ്ബേ ഞങ്ങളെ നീന് എന്തെങ്കിലും നറക്കത്ത് കിട്ടേ, ഞങ്ങൾക്ക് നീന് വിഷയം ചൊന്തന്നിട്ടില്ലല്ലേ, ഇങ്ങനെ നറക്കൊണ്ടും ചൊന്തന്നിട്ടില്ലല്ലേ, ഞങ്ങൾ ഇങ്ങനെ ഒട്രാസി ജീവിച്ചിട്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കിടേണ്ട നീ ചൊന്തന്നിട്ടില്ലല്ലേ ചൊന്നിട്ട് ആർക്കും ഒരു ജസ്റ്റിഫിക്കേഷൻ, ഒരു ന്യായ ചൊല്ലുകൊണ്ടും ഇക്കൊക്കു തീറ. അതുക്കു വേണായിട്ടാണ് ഖുർആന്റെ അള്ളാഹു താല ഇത്രയും ക്ലിയർ ആയിട്ട് ഖുർആൻ ഇറക്കി തന്നരേ. കാഫിരിങ്ങളെ കാര്യത്തിലുള്ള അങ്ങനത്തെ തീരുമാനത്തെ ഉറപ്പാക്കുകയായിട്ട്. അപ്പൊ ഇതിലൂടെ അങ്ങനെ തീരുമാനം ഉറപ്പാവും. അതുക്കു വേണായിട്ടാണ് അള്ളാഹു താല ഖുർആന്റെ ഇറക്കിരേണ്ട് അള്ളാഹു താല ചൊന്നിട്ടില്ല. ഇനി അള്ളാഹു താല വിശദീകരിക്കടേ. ഇത്രയെല്ലാം മനുഷ്യന്മാർക്ക് ആഖിറത്തെ ಬಗ್ಗೆ പിന്നെ തിങ്കാക്കുള്ള അങ്ങനത്തെ പല തെളിവുകളെല്ലാം ചൊന്നിട്ടു ഇതിലും പേടി പെറാത്ത ആൾമാർക്ക് ഇതിലെ ഉപദേശവും സ്വീകരിക്കുക മനസ്സില്ലാത്ത ആൾമാർക്ക് അള്ളാഹു താല ചിന്തിക്കുകയില്ല അങ്ങനത്തെ പിന്നൊരു കാര്യമാണ് അള്ളാഹു താല ഇവിടെ ചൊന്നിട്ടില്ല. അവലം യറൂ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ. അവലം യറൂ മനുഷ്യന്മാർ ചിന്തിക്കില്ലേ, അങ്ങ് ചിന്തിക്കില്ലേ, അന്നാ ഖലഖനാ ലഹും അങ്ങ് ഞങ്ങൾ പഠിച്ചിട്ട് കൊടുത്തരല്ലേ, മിമ്മാ അമിലത് ഐദീനാ ഞങ്ങളെ സ്വന്ത കൈകളെ കൊണ്ടിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളിൽ നിന്നിട്ട് അങ്ങ് ഞങ്ങൾ പഠിച്ചു കൊടുത്തര എന്തരെ, അൻആമൻ നാൽക്കാലി മൃഗങ്ങ, ജാനുവാറുങ്ങ, ആടുമാട് ഒട്ടകമായിട്ടിരിക്കുന്ന അൻആമിന്റെ അർത്ഥം സാധാരണ മൃഗങ്ങളല്ല, ആടുമാട് ഒട്ടകം ജാനുവാറുങ്ങളെ ഞങ്ങ ഉണ്ടാക്കി കൊടുത്തരല്ലേ. ഫഹും അങ്ങ ലഹാ മാലിക്കൂൻ അങ്ങ അതിരെ മാലിക്കുകളും അങ്ങ് ആയിട്ടുള്ളാർ, അതിരെ ഓണർമാരും അങ്ങ് ആയിട്ടുള്ളാർ. വദല്ലൽനാഹാലഹും അങ്ങോക്കു ഞങ്ങ ആ മൃഗങ്ങളെ പഠിച്ചു കൊടുത്തിട്ട് മാത്രല്ല, വദല്ലൽനാഹ അതിരെ ഞങ്ങ കീഴ്പ്പെടുത്തിട്ട് കൊടുത്തറ, അതിരെ ഞങ്ങ അങ്ങകു വേണായിട്ട് അങ്ങനെ അണ്ടറിലാക്കി ഞങ്ങ കൊടുത്തറ, അങ്ങക്ക് അധീനമാക്കിയിട്ട് കൊടുത്തറ ഞങ്ങ. അതുകൊണ്ട് തന്നെ വദല്ലൽനാഹാ ലഹും ഫമിൻഹാ റകൂബുഹും വമിൻഹാ യഅ്കുലൂൻ. അപ്പൊ അങ്ങക്ക് ഞങ്ങ ആ മൃഗങ്ങളെ, ആടുമാട് ഒട്ടകങ്ങളെ ഞങ്ങ കീഴ്പ്പെടുത്തി കൊടുത്തത് കൊണ്ട് ഫമിൻഹാ റകൂബുഹും അതിരെ അങ്ങക്ക് ചിലതിരെ അങ്ങക്ക് വാഹനമായിട്ട് അങ്ങക്ക് യൂസ് ആക്കുക ആവുള്ളൂ. വമിൻഹാ യഅ്കുലൂൻ അതിൽ നിന്നിട്ട് അങ്ങക്ക് തിന്നുകുമാവുള്ളൂ. അള്ളാഹു താലയോട് എന്തൊരു ചൊല്ലുന്നെങ്കിൽ നോക്കൂ, നിങ്ങ മനുഷ്യന്മാർ പല മൃഗങ്ങളെ ബൽത്രാർ അല്ലെ, ഒണ്ടെ, പൈ, ആട്, ആന, കുതിര പോലത്തെ പല മൃഗങ്ങളെ ബൽത്രാർ പല നമത്തുള്ള അങ്ങനത്തെ ഉപകാരത്തിന് വേനായിട്ടാണ് മനുഷ്യന്മാർ ഈ മൃഗങ്ങളെല്ലാം ബൽത്തര്. ഈ മൃഗങ്ങൾക്ക് വേണായങ്ങനത്തെ പിന്നെ ഫുഡുങ്ങ അതിന് ബൽത്തക്ക് വേണ ആവശ്യമായിട്ടുള്ള അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മനുഷ്യന്മാർ ആക്കി കൊടുക്കാറ്. അങ്ങനെ ആക്കി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ മൃഗങ്ങ മനുഷ്യന്മാരൊട്ടിಗೆ നല്ല ഒരു ശുക്ർ കാട്ട്, നന്ദി കാട്ട്. ആരാണോ അങ്ങനെ ബൽത്തരെ അങ്ങക്ക് വേണായിട്ട് എല്ലാ സ്വറവും ആക്കി കൊടുക്കൂടല്ലേ. എന്ന് മാത്രല്ല ആ മൃഗങ്ങ എത്രയേ വെല്ല എന്നിട്ട് പോലും ഇപ്പൊ നോക്കൂ, ആന അത് ഒരു മനുഷ്യരല്ല, ഒരു 100 മനുഷ്യർ ഒട്ടിಗೆ വേണമെങ്കിൽ അതില് പിന്നെ ചവിട്ടിട്ട് അതൊക്കെ ചാവപ്പാട്ടവും അങ്ങനത്തെ ശക്തിയുണ്ട്. എന്നിട്ട് പോലും ഒരു ചെറിയ ഒരു മനുഷ്യക്ക് അത് പിന്നെ അവൻ ചൊന്ന പോലെ കേൾക്കില്ല അങ്ങനത്തെ സന്നദ്ധത്തെ അത് കാട്ടും. അവനുകായിട്ടത് എന്താവുള്ളൂ അധീനമായിട്ട് കൊടുക്കുള്ളൂ. അത് അനുസരണാക്കട്. എന്തുകൊണ്ടാണ് അത് അനുസരണാക്കടെ?
അതാണ് ഇവിടെ അള്ളാഹു താല ചെന്നിട്ടില്ല ഞങ്ങൾ അതിലെന്താക്കിയതാ നിങ്ങൾക്കു നിങ്ങളെ അനുസരിക്കണ പോലെ ഞങ്ങൾ ആക്കി വെച്ചതാ. നിങ്ങളെ എന്താ ശക്തി സാമർത്ഥ്യങ്ങൾ കൊണ്ടിട്ടു, നിങ്ങളെ ടെക്നിക്കുകളെ കൊണ്ടിട്ട് നിങ്ങൾ കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങായിട്ടിക്കർ അതിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തിട്ട് തന്നരേ, നിങ്ങളെ അനുസരണാക്കും പോലെ ആക്കിരെ ഞങ്ങായിട്ടിക്കറാണ്ട് അള്ളാഹു ചൊന്നിട്ടില്ല. അപ്പൊ അള്ളാഹുടെ ചിന്തിപ്പിക്കണമെന്ന് ചൊന്നെങ്കിൽ ഈ ഫുഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടില്ല അങ്ങനത്തെ ഈ മൃഗങ്ങ ഒരു സമയം ഞങ്ങ ചൊന്ന പോലെ കേക്കാണ്ടെ ഞങ്ങളിട്ട ശുക്ർ കാട്ടാണ്ടെ ഇന്നേട്ടായെങ്കിൽ നമുക്ക് എത്ര അർസമുണ്ട്. ഉദാഹരണക്ക് ഒരു പൈക്ക് ഞങ്ങ വേണായത്രെല്ലാം കൊടുത്ത, പക്ഷേ നമുക്കൊരു ഉപകാരത്തിന് വേണായിട്ട് ആ പൈഡ് ഞങ്ങൾ യൂസ് ആക്കുമ്പോ അതിലെ പാൽ കറക്കുക നോക്കുമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഉപകാരത്തിന് വേണായിട്ട് അതിലെ യൂസ് ആക്കുമ്പോ ഞങ്ങൾ ചൊന്ന പോലെ അത് കേക്കില്ലാണ്ടായെങ്കിൽ നമുക്ക് എത്ര അർസമുണ്ട്. ഞങ്ങളിട്ടൊരു നന്ദി കാട്ടില്ലാണ്ടായെങ്കിൽ നമുക്ക് എത്ര അർസമുണ്ട്. പിന്നെ ഞങ്ങൾ അതിക്ക് വേണ ഫുഡ് ഞങ്ങൾ കൊടുക്കുക ഞങ്ങൾ തയ്യാറുള്ള ഒരിക്കലുമില്ല. ഞങ്ങളെ ഉപകാരത്തേക്ക് പണില്ലാണ്ടായെങ്കിൽ പിന്നെ ഞങ്ങൾ ആ ഒരു മൃഗത്തെ ഞങ്ങൾ ബലത്തുക ഞങ്ങൾ തയ്യാറിക്കാറ്. ആ നിലക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കുമല്ലോ. ഞങ്ങളെ എല്ലാ കാര്യവും നമുക്ക് വേണ എല്ലാ കാര്യവും തന്നിട്ട് ഞങ്ങളെ ബൽത്തരങ്ങനത്തെ ഒരു റബ്ബുല്ലല്ലേ എല്ലാം ആക്കി തണ്ട. ആ റബ്ബ് ചൊന്ന പോലെ കേക്കാണ്ടിക്കുമ്പോ ആ റബ്ബ് പിന്നെ ഇത്രയെല്ലാം നമുക്ക് തന്നിട്ട് ആ റബ്ബ് ചൊന്ന പോലെ കേക്കാണ്ടിക്കുമ്പോ അത് എത്ര വലിയൊരു നന്ദി കേടാണ്. ആ റബ്ബുക്ക് എത്ര അർസ പറഞ്ഞോപ്പെങ്കിലും ആ റബ്ബു ചൊന്നു ഇത്രയെല്ലാം തന്നിട്ട് എല്ലാ കാര്യവും ആക്കി തന്നിട്ട് ഞങ്ങൾ എല്ലാ അഗത്യവും പൂർത്തിയാക്കി തന്നിട്ട് നമുക്ക് വേണ എല്ലാ കാര്യങ്ങൾ ആക്കി തരുമ്പോ ആ റബ്ബു ചൊന്ന പോലെ കേക്കാണ്ടിക്കിടത് ചൊല്ലത് എത്ര വലിയ നന്ദി കേടായിട്ടിക്കറ് എന്ന ഒരു കാര്യമാണ് അള്ളാഹു താലൂടെ ഞങ്ങളുടെ ചിന്തിപ്പിച്ചോണ്ടുള്ളത്. അതാണ് അള്ളാഹു ചൊല്ലി അവലം യറു അന്നാ ഖലഖനാലഹും, അങ്ങ് ചിന്തിക്കില്ലേ അന്നാ ഖലഖനാലഹും അങ്ങു നങ്ങ പഠിച്ചിട്ട് കൊടുത്തരല്ലേ, സൃഷ്ടിച്ചു കൊടുത്തരല്ലേ. മിമ്മാ അമിലത്ത് ഐദീന, അത് സൃഷ്ടിച്ചു കൊടുത്തത് ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ സൃഷ്ടിയാക്കിയ അങ്ങനത്തെ സംഗതിയാണ്. ലോകത്തിലുള്ള എല്ലാ കാര്യവും അള്ളാഹു ആണ് സൃഷ്ടിക്കടേ. പക്ഷെ മൃഗങ്ങളെ എടുത്ത് നോക്കി അള്ളാഹു താല മേലെ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചില്ല. മനുഷ്യന്മാരൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയ ചെന്നിട്ടൊന്നും ചൊല്ലുക മനുഷ്യന്മാരെ കൊണ്ട് സാധ്യമല്ല. ഈ മൃഗങ്ങളല്ല ഒരിക്കലും ഞങ്ങളെ കൈ കൊണ്ടിട്ട ഞങ്ങളെ പിന്നെ എന്തെങ്കിലും ഇത് കൊണ്ടിട്ട ഉണ്ടായതല്ല. അള്ളാഹു താല ഡയറക്റ്റ് ആയിട്ട് പഠിച്ചതാണ്. അങ്ങനത്തെ പിന്നെ ഡയറക്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കിയ കാര്യത്തിൽ നിന്നിട്ട് ഞങ്ങൾ പഠിച്ചു കൊടുത്തറ അൻആമൻ ജാനുവാറുങ്ങ ആടുമാട് ഒട്ടകങ്ങ ഞങ്ങൾ പഠിച്ചു കൊടുത്തറ ഫഹും ലഹ മാലിക്കൂൻ, ഞങ്ങൾ പഠിച്ചു കൊടുത്തത് മാത്രല്ല അങ്ങ് അതിരെ ಮಿಲ್ಕುಲ್ಲ ಹಾಲ್ ಮಾರೈಟಿಕ್ಕಿಡಾರು, ಓನರ್ಶಿಪ್ ಹಾಲ್ ಮಾರೈಟಿಕ್ಕಿಡಾರು ಅಲ್ಲೇ ನಮ್ಮ ಓರೋರ್ತಗೂ ಒಂಟೆಡಮ ಆಡ್ರಮ ಪೈಡಮ നമുക്ക് എന്താക്കുകയുള്ളൂ മിൽക്ക് ആക്കുകയുള്ളൂ. അതിന് ഓണർഷിപ്പ് നമുക്ക് ഉണ്ടാക്കുകയുള്ളൂ. അത് അള്ളാഹു താല ആ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത് കൊണ്ടിട്ടാണ് അങ്ങനെ ആക്കുക അവിടെ. അല്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങളെ സ്വന്തം ഓണർഷിപ്പില് അതിരെ എടുത്തു പറക്കും നമുക്ക് എങ്ങനെ സാധ്യമാവന്ത്. വദല്ലല്ലാഹലഹും എന്ന് മാത്രല്ല അങ്ങനെ ഓണർഷിപ്പിൽ ഉണ്ടിട്ട് മാത്രല്ല വെറുതെ ഇങ്ങനെ അവത്തുള്ള നണ്ട പയ്യട്ടിക്കര് നണ്ടാടേട്ടിക്കര് നണ്ട വണ്ടേട്ടിക്കര് എന്ന് ചൊല്ലുക മാത്രല്ല വദല്ലല്ലാഹലഹും അതിരെ നങ്ങ അങ്ങക്ക് വേണായിട്ട് കീഴ്പ്പെടുത്തി കൊടുത്തറ, അധീനമാക്കി കൊടുത്തറ. അതുകൊണ്ട് തന്നെ ഫമിൻഹ റകൂബുഹും അങ്ങക്ക് അതിൽ സഞ്ചാരാക്കുക, അതിൽ വാഹനമായിട്ട് യൂസ് ആക്കുക. ഒമിൻഹ യഅ്കുലൂൻ അതിൽ നിന്ന് നമുക്ക് തിന്നുകാവൂ. ഒണ്ടെ ചൊല്ലത് മറുഭൂമിയുടെ കപ്പലുണ്ട് അറിയപ്പെട്ട സാധനേറ്റിക്ക്. മറുഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹനേറ്റിക്ക് ഒണ്ടെ. ആ ഒണ്ടയുടെ ಬಗ್ಗೆ തിങ്കാക്കൂർ എത്ര വലിയ ഒണ്ടയാണ്. ആ ഒണ്ടയുടെ ഒണ്ടെ ഓണർഷിപ്പുള്ള അങ്ങനത്തെ ഒരു ഔത്തുലു ഒരു ചെറിയ കുഞ്ഞി പോലും അതിനിങ്ങനെ വലിച്ചോണ്ട് പോയെങ്കിൽ ആ ഒണ്ടെ ആ കുഞ്ഞി ഒരു കിടാവ് ആ ഒണ്ടയുടെ ഇങ്ങനെ പിന്നെ ഒണ്ടയ്ക്ക് കെട്ടി ഇങ്ങനത്തെ ബല്ലിടെ വലിച്ചോണ്ട് പോയെങ്കിൽ ആ കിടാവുടെ പോലും അനുസരിക്കുക ഒണ്ടെ തയ്യാറിക്കിട്. ഒണ്ടെ നീക്ക് സാധാരണ നങ്ങാ പോലത്തെ പൈങ്ങ എന്താക്കട് ചെറിയ മക്കള് പോലും അനുസരണാക്കട്. എന്തുകൊണ്ടിട്ടു? കാരണം അള്ളാഹു താല ആ സംഗതികളെ മനുഷ്യന്മാർക്ക് കീഴ്പ്പെടുത്തി തന്നത് കൊണ്ടിട്ടാണ്. മനുഷ്യന്മാർ ആ പിന്നെ കാര്യത്തുകല്ല ഉപകാരങ്ങ ആക്കട എന്ന നിലക്ക് ആ മൃഗങ്ങളുള്ള മനുഷ്യന്മാർ ഉപകാര ആക്കിടാർ എന്ന നിലക്ക് അള്ളാഹു താല എന്താക്കിട അതിനെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് തിന്നുകൂ.
പിന്നെ ಅದರ ನಂಗೆ ವಾಹನ ನಂಗೆ ಯೂಸ್ ಆಗುವಲ್ಲ ನಾವು ಸಾಧ್ಯ ಉಂಟು അങ്ങനത്തെ അത് സാധ്യാവാത്ത അങ്ങനത്തെ എത്ര മൃഗങ്ങൾ ഉണ്ട് ഇവ നോക്കൊരു പിന്നെ ഒരു സിംഹത്തെ നമുക്ക് കീഴ്പ്പെടുത്തുക അവിടെ സാധാരണ നിലക്ക് പിന്നെ ഒരു സിംഹത്തെ നമുക്ക് കീഴ്പ്പെടുത്തിയിട്ട് അതിനെ നമുക്ക് ഒരു വാഹനമായിട്ട് നമുക്ക് യൂസ് ആക്കുക അവിടെ ഇല്ല ഒരിക്കലും ഇല്ല കാരണം എന്തുകൊണ്ട് അള്ളാഹുത്താൽ ഞങ്ങളെ ശക്തിക്ക് ഞങ്ങളെ സാമർത്ഥ്യത്തിക്ക് അതിരെ എന്താക്കി തന്നിട്ടില്ല അധീനമാക്കി തന്നിട്ടില്ല കീഴ്പ്പെടുത്തി തന്നിട്ടില്ല അതിനെ കീഴ്പ്പെടുത്തി തന്നുകൊണ്ട് വലിയ ഉപകാരവും ഇല്ല നമുക്ക് അതുകൊണ്ടിട്ട് അള്ളാഹുത്താല കീഴ്പ്പെടുത്തി തന്നിട്ടില്ല ഞങ്ങൾക്ക് ഉപകാരമുള്ള അങ്ങനത്തെ ഞങ്ങൾക്ക് വാഹനമായിട്ടും തിന്നുകായിട്ടും വേറെ പല ഉപകാരങ്ങൾ ഉള്ളങ്ങനത്തെ സാധനങ്ങൾ മൃഗങ്ങളെ അള്ളാഹുത്താൽ എന്താക്കി തന്നരാ ഞങ്ങളെ അണ്ടറിലാക്കി തന്നരാ അതൊരു എത്ര വലിയൊരു ഞാമത്തായിട്ട് ഇനിയും അള്ളാഹുത്താൽ ചൊന്നിട്ടില്ല ഒലഹും ഫീഹ ഇത്ര മാത്രമല്ല അങ്ങക്കുള്ള ഉപകാരം ഒലഹും ഫീഹ അങ്ങു ഉണ്ടു ഫീഹ മൃഗങ്ങളിലുണ്ട് മനാഫിഉ പല ഉപകാരം ഉണ്ട് ചെമ്മ തരത്ത ഉപകാരം ഉണ്ട് ആ മൃഗത്തെ ചർമ്മം എടുത്തിട്ടായെങ്കിൽ അതിരെ ചർമ്മങ്ങ പലതും യൂസ് ആക്കുക രോമങ്ങ യൂസ് ആക്കുക പലതും ഒരേ ഒരു മൃഗത്തെ എന്തെല്ലാം യൂസ് ആക്കണങ്ങനത്തെ പിന്നെ ഒരു മൃഗത്തിൽ നിന്നിട്ട് കിട്ടങ്ങനത്തെ പല കാര്യങ്ങൾ എന്തെല്ലാമായിട്ട് യൂസ് ആക്കുക ഒമശാരിബു എന്ന് മാത്രല്ല അങ്ങു നല്ല പാനീയം അതിൽ കിട്ടു നല്ല പാല് കിട്ടങ്ങു അഫല യഷ്കുറൂൻ ഇത്തരെല്ലായിട്ടും അങ്ങ് ശുക്രാക്കില്ലേ നന്ദി കാട്ടില്ലേ എന്നാണ് അള്ളാഹു താല ചൊന്നിട്ടില്ലേ ഈ മൃഗത്തിക്ക് ഇങ്ങ ഉപകാരാക്കുമ്പോ ഇങ്ങ വേണായ ഫുഡുങ്ങളെ കൊടുക്കുമ്പോ ഈ മൃഗങ്ങൾ ഇങ്ങൾട്ട് ശുക്ർ കാട്ടുന്നത് പോലെ എല്ലാം ഇതെല്ലാം പഠിച്ചു തന്നങ്ങനത്തെ ഇതെല്ലാം ആക്കി തന്നോട്ടുള്ളങ്ങനത്തെ നമുക്ക് വേണ ഇതെല്ലാം ഉണ്ടാക്കി തന്നോട്ടുള്ളങ്ങനത്തെ മേലായ റബ്ബുകു നിങ്ങ ശുക്ർ കാട്ടില്ലേ നന്ദി കാട്ടില്ലേ അവൻ ചൊന്ന പോലെ നിങ്ങ കേക്കില്ലേ എന്നൊരു വളരെ ചിന്തിപ്പിക്കണങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് അള്ളാഹു താല ഇവിടെ കേട്ടോട്ടുള്ളേ അഫല യഷ്കുറൂൻ ഇത്തരെല്ലാം ആക്കി തന്നതുക്ക് ഇത്ര വലിയ നിഅമത്തെല്ലാം തന്നതുക്ക് അള്ളാഹു താല ഇത് ശുക്രാക്കില്ലേ ശുക്രാക്കടെ ചെന്നെങ്കിൽ എന്തരേ ശുക്രാക്കടെ ചെന്നെങ്കിൽ ഒന്ന് ഫസ്റ്റ് ശുക്രാക്കടെ ഇതെല്ലാം അള്ളാഹു താല നമുക്ക് തന്നുള്ളങ്ങനത്തെ നിഅമത്തായിട്ട് ചെന്നിട്ടു അംഗീകരിക്കലാണ് ഒപ്പിടതായിട്ട് ഫസ്റ്റ് ശുക്ർ അള്ളാഹു താല ഇത് തന്നോട്ടുള്ള ചെന്നിട്ടു ഇതെല്ലാം അള്ളാഹുടെ നിഅമത്തായിട്ട് ചെന്നിട്ട് ഒപ്പിടതായിട്ട് ഫസ്റ്റ് ശുക്ർ പിന്നെ ഞങ്ങളുടെ പ്രവർത്തനത്തിലുള്ള ശുക്രാണ് ഓരോ അവയവത്തുക്കും അതരതായ രൂപത്തിലുള്ള ശുക്രുണ്ട് കണ്ണടെ ശുക്ർ ചൊല്ലത് അള്ളാഹു താല ഈ കണ്ണട എങ്ങനെ യൂസ് ആക്കൂ ഞങ്ങൾ ചൊന്നരാണ് ആ രൂപത്തിൽ യൂസ് ആക്കുന്നതായിട്ട് കണ്ണട ശുക്ർ കൈയുടെ ശുക്ർ ചൊന്നെങ്കിൽ അള്ളാഹു താല കൈയുടെ എങ്ങനെയല്ല യൂസ് ആക്കുക ചൊന്നരാണ് ആ രൂപത്തിൽ കൈയുടെ യൂസ് ആക്കുന്നതായിട്ട് അള്ളാഹു കാട്ടൻ നന്ദി അല്ലെ ഓരോന്ന് ഇപ്പൊ മൃഗമേ ഞങ്ങ ഇപ്പൊ ചൊന്ന ഈ മൃഗങ്ങ ഞങ്ങളിട്ട് നന്ദി കാട്ട ചൊന്നെങ്കിൽ എന്തരേ ഞങ്ങ ചൊന്ന പോലെ ഞങ്ങ പിന്നെ ചൊല്ലങ്ങനത്തെ സ്വറല്ല നമുക്ക് ആക്കി തണ്ടതല്ലേ അതൊരു നന്ദി അതേ രൂപത്തിൽ അള്ളാഹു താല ഞങ്ങൾക്ക് വലിയ സ്വറങ്ങ തന്നര ദുനിയാവിൽ ഇന്നതെല്ലാം ആക്കുറു ചെന്നിട്ട് പല സ്വറങ്ങ തന്ന ആ സ്വറല്ല അള്ളാഹുക്ക് വേണായിട്ട് അള്ളാഹുടെ തൃപ്തി ആഗ്രഹിച്ചിട്ട് ആക്കി കൊടുക്കുന്നതായിട്ട് അള്ളാഹുടെ കാട്ടണ നന്ദി ഞങ്ങ ഈ ആക്കടങ്ങനത്തെ സ്വറ കൊണ്ടിട്ടെന്തും അള്ളാഹുക്ക് ഉപകാരം കിട്ടക്ക് പോണില്ല അവനക്ക് അഗത്യമില്ല ഞങ്ങളെ സ്വറയുടെ അഗത്യൊന്നും ഇല്ല ഞങ്ങളെ നല്ലേക്ക് വേണായിട്ടാണ് ഈ സ്വറല്ല അള്ളാഹു തലാക്കൂ ചെന്നോട്ടില്ലേ നിസ്കരിക്കട സ്വറ നോമ്പ് പിടിക്കട സ്വറ ജക്കാത്ത് കൊടുക്കട സ്വറ ഹറാമുമല്ല ഒഴിവാക്കടങ്ങനത്തെ സ്വറ ഈ സ്വറല്ല ആക്കിയത് കൊണ്ടിട്ട് അള്ളാഹുക്ക് എന്തും ഉപകാരം കിട്ടക്ക് പോണില്ല ഞങ്ങളെ ഉപകാരത്തിക്ക് വേണായിട്ട് ഞങ്ങളെ നല്ലേക്ക് വേണായിട്ടാണ് അള്ളാഹു താല ഇതെല്ലാം ആക്കു ചെന്നോട്ടില്ലേ അപ്പൊ അള്ളാഹു താല പിന്നെ ആക്കുക ചൊല്ലുമ്പോ അതെല്ലാം ആക്കി കാട്ടലായിട്ട് ഗ്രൗണ്ട് കാട്ടങ്ങനത്തെ ശുക്ർ അത് കാട്ടില്ലാണ്ടായെങ്കിൽ ഒരു മൃഗ കാട്ടങ്ങനത്തെ നന്ദി പോലും നിങ്ങൾ കാട്ടിക്കൊണ്ടില്ലാണ്ടാണ് അള്ളാഹു താല ബുദ്ധിയില്ലാത്തങ്ങനത്തെ വലിയൊരു നിങ്ങളത്ര ബുദ്ധിയില്ലാത്തങ്ങനത്തെ മൃഗ പോലും പ്രാണിക പോലും നന്ദി കാട്ട് അല്ലെ ഒരു നായിക്ക് നിങ്ങൾ ഫുഡ് കൊടുത്തു നോക്കല്ല അത് പിന്നെ നിങ്ങളെ വലിയൊരു കാവലാളുമായിട്ട് ഇത് ഇങ്ങനെ ഇക്കിടും അത് നന്ദിയാണ് ആ നായ് നിങ്ങളുടെ കാട്ടം നന്ദിയാണ് ആ ബുദ്ധി പോലും നിങ്ങൾക്ക് ഇല്ലാണ്ടായി പോയിട്ടുണ്ടല്ലേ നിങ്ങൾക്ക് ഇത്തരല്ല തന്നോട്ടില്ലേ നിങ്ങളെ മേലോർത്തുള്ളല്ലേ അവനക്ക് നിങ്ങൾ ശുക്ർ കാട്ടുക മനസ്സ് കാട്ടില്ലല്ലേ എന്നാണ് അള്ളാഹു താല ഇവിടെ കേട്ടോണ്ടുള്ളേ അള്ളാഹു താല ഞങ്ങളെല്ലാരെയും ഷാക്കിര്യങ്ങളിലും റാക്കിര്യങ്ങളിലും അള്ളാഹു താല പെടുത്തുമാറാകട്ടെ വിസ്ഡം വേൾഡ് നമ്മൾ മുതൽ ചൊന്നതുപോലെ വിസ്ഡം വേൾഡില് പിന്നെ പല നമത്തിലുള്ള കോഴ്സുകളെല്ലാം നടന്നുകൊണ്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കോഴ്സ് ആയിട്ട് ചെറിയ മക്കുകളിലെ
ಸ್ಕೂಲ್ಗೆ പോണ്ട മുന്നൊരു ಪ್ರೀ ಸ್ಕೂಲ್ ಆದರೆ പിന്നെ മക്കൾക്കുള്ളങ്ങനത്തെ പ്രീ സ്കൂളിന്റെ ഒരു വ്യവസ്ഥ ഓൺലൈൻ ആയിട്ടുള്ള അങ്ങനത്തെ വ്യവസ്ഥ അത് വിസ്ഡം വേൾഡിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കോഴ്സ് ആയിട്ട് ലംസ് ലേണിംഗ് അണ്ടർ മാംസ് ഷാഡോസ് എന്നിട്ടു സരി ഒരു സമാനത്തെ ഇല്ലാത്തങ്ങനത്തെ വേറെവിടെയും കാണുകാവാത്തങ്ങനത്തെ ഒരു കോഴ്സ് ആയിട്ട് ഔത്തിലെ വെച്ചിട്ട് മക്കൾക്കു ചെറിയ മക്കൾക്കു സ്കൂളിക്ക് പോകേണ്ട മുന്നോളൂ നല്ലൊരു ശിക്ഷണ കിട്ടങ്ങനത്തെ ഒരു വ്യവസ്ഥ ആയിട്ട് അപ്പൊ അത് ഉദ്ദേശിക്കിടങ്ങ അതുക്കുള്ളേ അഡ്മിഷൻ അല്ല ഇപ്പമേ സ്റ്റാർട്ട് ചെയ്ത് ಅದಕ್ಕೆ വേണായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ആക്കണം ചെന്നിട്ട് ഞാൻ ചൊന്നിട്ടില്ല. അള്ളാഹു താലെല്ലാം നല്ല കാര്യമെല്ലാം ആക്കുക നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.